and Savior Jesus Christ. ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. I want to give my thanks to Zion Assembly Trust. അതുപോലെ ഇന്റർനാഷണൽ സിയോൻ അസംബ്ലി ട്രസ്റ്റിന് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. As you know, I am from Chhattisgarh. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാൻ ഛത്തീസ്ഗഡിൽ നിന്നാണ് വരുന്നത്. I am here to share few things about the persecution that is going on. ഞാനിവിടെ നിൽക്കുന്നത് ഛത്തീസ്ഗഡിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് ഒരു ചെറിയ വിവരണം നിങ്ങളോട് പറയുവാനായിട്ടാണ്. We have ministry in different villages. ഞങ്ങൾക്ക് ഛത്തീസ്ഗഡിലെ പല ഗ്രാമങ്ങളിലും ഞങ്ങൾക്ക് പ്രവർത്തനങ്ങളുണ്ട്. Especially in unreached area. പ്രത്യേകിച്ച് ആർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടങ്ങളിൽ ഞങ്ങൾ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. Where there is no good transportation. അവിടെ നല്ല വാഹന സൗകര്യങ്ങളുണ്ടായില്ല. Where there is no good facility. അവിടെ അത്യാധുനികമായ യാതൊരു സംവിധാനങ്ങളുമില്ല. Where there is no good education. നല്ല വിദ്യാഭ്യാസമില്ല. To get education, the children have to go 5 kilometer 10 kilometer away from the village. അതുപോലെ അവിടെയുള്ള കുഞ്ഞുങ്ങൾ 10-15 കിലോമീറ്റർ ഒക്കെ ദൂരെ യാത്ര ചെയ്ത് വേണം സ്കൂളുകൾ ഉണ്ടെങ്കിലും പോയി പഠിക്കുവാൻ. അങ്ങനെയുള്ള ഇടങ്ങളിലാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. God is doing great things in Chhattisgarh Bastar area. ദൈവം ഛത്തീസ്ഗഡിൽ ബസ്തർ ഏരിയ എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ ശക്തമായി കർത്താവ് ഞങ്ങളുടെ Many people are coming to Christ. അനേകർ ക്രിസ്തുവിലേക്ക് കടന്നു വരുന്നുണ്ട്. But the persecution is increasing. പക്ഷേ ഓരോ ദിവസവും പീഡനങ്ങൾ വർദ്ധിക്കുകയാണ്. The people have to leave their house, their land, their animals because they are a believer. അവർ ഒരു വിശ്വാസി ആയതുകൊണ്ട് അവരുടെ വീടും നാടും അവർക്കുള്ള സകലത്തെയും അവർ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. They are being beaten up. അവർ ഒരുപാട് അടികൾ കൊള്ളുന്നു. They are dragged out of the village. അവരെ ആ ഗ്രാമങ്ങളിൽ നിന്ന് അവരെ പുറത്താക്കുന്നു. They are not allowed to take water supply. അവർക്ക് വെള്ളം ലഭിക്കുന്നതിനുള്ള സപ്ലൈ ഒക്കെ അവർ ഡിസ്കണക്ട് ചെയ്യുന്നു. They are not allowed to work in the village. അതുപോലെ ഗ്രാമങ്ങളിൽ ജോലി ചെയ്യുവാൻ അവർക്ക് അനുവാദമില്ല. But only one thing that they say is their testimony: whatever we face, we are not going to forsake Christ Jesus. എന്നാൽ അവരൊക്കെ പറയുന്നൊരു സാക്ഷ്യം ഇതാണ്: ഞങ്ങൾ എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നാലും എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ യേശുവിനെ ഞങ്ങൾ ഉപേക്ഷിക്കുകയില്ല. Many a time for the years, for 6 months, for 3 months, they are out of the village. അവർ 5-6 മാസങ്ങൾ ഒക്കെ അവർ ഗ്രാമങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. Their children are facing a problem. അവിടെ കുഞ്ഞുങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. Because they are believing in Christ, they are not allowed to take admission in the school. അവർ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ക്രിസ്തുവിനെ വിശ്വസിക്കുന്നത് കൊണ്ട് അവർ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന സ്കൂളുകളിൽ അവർക്ക് അഡ്മിഷൻ പോലും കൊടുക്കാത്ത സാഹചര്യങ്ങളാണ്. Throughout this 1 year, there are many incidents every day that is happening. കഴിഞ്ഞ ഓരോ വർഷങ്ങളും ഓരോ ദിവസങ്ങളിലും പല പല സംഭവങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. Every day we are facing persecution. ഓരോ ദിവസങ്ങളിലും പല വിധത്തിലുള്ള ഉപദ്രവങ്ങളും പീഡനങ്ങളും അവിടെ ഞങ്ങൾ അനുഭവിക്കുന്നു. Believers are not allowed to bury when somebody is died from the family, they are not allowed to bury in their own land. അതുപോലെ തന്നെ അവിടുത്തെ ക്രിസ്ത്യാനികളായവർ മരിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തു പ്രമാണം അനുസരിച്ച് നമ്മൾ അവരെ അടക്കം ചെയ്യുന്നതാണ് പതിവ്. അതുപോലെ അവിടെ അടക്കം ചെയ്യുവാൻ അവർ ആഗ്രഹിക്കുമ്പോൾ അതിന് അവർ അനുവാദം കൊടുക്കാത്ത സാഹചര്യങ്ങൾ. Their houses are being destroyed. അവരുടെ വീടുകളെയൊക്കെ നശിപ്പിക്കുന്നു. Their harvest is being destroyed. അവരുടേതായ വയലിടങ്ങളൊക്കെ നശിപ്പിക്കുന്നു. Their animals are stolen. അവരുടേതായ ആടുമാടുകളെയൊക്കെ അവർ കൈക്കലാക്കുന്നു. Their valuable things are stolen. അവരുടേതായ വിലപ്പെട്ട വീട്ടു സാധനങ്ങളും സാമഗ്രികളൊക്കെ അവർ കൈക്കലാക്കുന്നു. Legally also they are not being helped. അതുപോലെ തന്നെ നിയമപരമായിട്ടും അവർക്ക് വേണ്ട സംരക്ഷണം ലഭിക്കുന്നില്ല. There are so many problems they are facing. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ക്രിസ്ത്യാനികളായ ഞങ്ങൾ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. I raised a question to them. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്. And I asked them. ഞാൻ അവരോട് ചോദിക്കുന്നു, why are you facing this problem? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ? You can deny Christ and go back to your village. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് പോകാം. But they say,
we are not denying, that's why we are facing this problem. അവരൊക്കെ ഞങ്ങളോട് പറയാറുള്ളത്, ഞങ്ങൾ ക്രിസ്തുവിനെ ഉപേക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ ഒരിക്കലും ഞങ്ങളെ ചെയ്യുകയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ We don't need land, ഞങ്ങൾ ഒരിക്കലും we don't need house, ഞങ്ങൾക്ക് സ്ഥലമില്ല, ഹൗസില്ല, ഞങ്ങൾക്ക് നല്ല we need സൗകര്യമില്ല, only Jesus Christ. ഞങ്ങൾ യേശുവിനെ ഞങ്ങൾ Because he has ഉപേക്ഷിക്കത്തില്ല. saved us, ഞങ്ങൾ he രക്ഷിക്കപ്പെട്ടവരാണ്. has given us new life. കർത്താവ് ഞങ്ങൾക്ക് ഒരു പുതിയ ജീവിതം തന്നു. That is the testimony of people of Chhattisgarh, that they are strongly believing in Jesus ഇതാണ് Christ. ഛത്തീസ്ഗഡിലെ വിശ്വാസി ഞങ്ങളോട് പറയുന്നത്. അത്രയ്ക്ക് വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി ഇന്ന് ഛത്തീസ്ഗഡിലെ വിശ്വാസ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. There are about 80 families. 80 families. ഇപ്പോൾ ഏകദേശം 80-ലധികം കുടുംബങ്ങൾ They are still in some small camps. ഇന്ന് അവർ പല ഒളിത്താവളങ്ങളിലും പല സ്ഥലങ്ങളിലായി അവർ ഇന്ന് താമസിക്കുന്നു. We are providing food to them. ഞങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കുന്നു. We are trying to help them. ഈ പ്രോസിക്യൂഷൻ മുഖാന്തരം അവർ ഗ്രാമങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെ പ്രിയ ദൈവദാസൻ 80ഓളം കുടുംബങ്ങളെ പലയിടങ്ങളിലായി താമസിപ്പിച്ച് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ There are some believers, they are staying inside the jungle. അതുപോലെ തന്നെ പല വിശ്വാസികളും കാടുകളുടെ ഇടയിൽ, കാടിന്റെ മധ്യത്തിലാണ് അവർ താമസിക്കുന്നത്. They have put a tent of leaves and they are staying there. അവർ ഇലകൾ കൊണ്ടൊക്കെ കൊച്ചു മാടങ്ങൾ ഉണ്ടാക്കി അതിനകത്താണ് താമസിക്കുന്നത്. Please continue to pray for that believers. നിങ്ങൾ അങ്ങനെയുള്ള വിശ്വാസികൾക്ക് വേണ്ടി നിങ്ങൾ നിരന്തരമായി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. Please continue to pray that they may continue in their faith. അവർ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിനായി നിങ്ങൾ പ്രാർത്ഥിക്കുക. I request you all to keep praying for them. ഞാൻ നിങ്ങളോട് താഴ്മയായി അപേക്ഷിക്കുന്നു, അവർക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. Because the situation is not so good. കാരണം ഇന്നത്തെ അവിടുത്തെ സാഹചര്യം വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. Because many a time their pastors and believers are being killed. കാരണം പല സന്ദർഭങ്ങളിലും സമയങ്ങളുമായി അനവധി വിശ്വാസികളെയും പാസ്റ്റർമാരെയും അവിടെ കൊന്നു കഴിഞ്ഞിരിക്കുകയാണ്. Within 6 months we have almost 5 people being murdered because they believe in Jesus Christ. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 5ഓളം പേരെ ക്രിസ്തുവിൽ വിശ്വസിച്ചത് മുഖാന്തരം അവിടെ കൊല്ലുവാനിടയായി. In front of their children, in front of their wife, they are killing pastors and believers. മാത്രമല്ല അവരെയൊക്കെ കൊന്നത് അവരുടെ മക്കളുടെയും ഭാര്യമാരുടെയും ഭർത്താക്കന്മാരുടെ ഒക്കെ മുന്നിൽ വെച്ചാണ് അവരെയൊക്കെ കൊല്ലുവാനിടയായത്. It is my humble request from all of you. ഞാൻ നിങ്ങളോട് താഴ്മയായി അപേക്ഷിക്കുന്നു, to please keep praying for them. നിങ്ങൾ അവരെ പ്രാർത്ഥനയിൽ ഓർക്കുക. Your prayer can change the things. പ്രാർത്ഥനയാൽ സകല അവസ്ഥകളെ മാറ്റുവാൻ കഴിയും. We are only believing in Christ. നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ who can change മാത്രമാണ്. everything. കർത്താവിന് എല്ലാം We know there are മാറ്റാൻ some കഴിയും. situations, problem and difficulties. നമുക്കറിയാം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉയരാം. But we have eternal life. പക്ഷേ നമുക്ക് ഒരു പ്രത്യാശയുണ്ട്, നമുക്കൊരു നിത്യതയുണ്ട്, നിത്യ തുറമുഖം നമുക്കുണ്ട്. That is in Jesus Christ. അത് നമുക്ക് കർത്താവായ യേശുവിലാണ്. Thank you so much. ഒക്കെ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.